ഓക്കെ ക്വസ്റ്റ്യൻ പറഞ്ഞേ. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞേ. ആ സോൾവ്. ആ ആ ആ ആ 34 ഇത് കിട്ടിയത് ആർക്കൊക്കെ കിട്ടി? നിരഞ്ജന് കിട്ടിയത്? നിരഞ്ജൻ കിട്ടിയോ? നിരഞ്ജൻ കിട്ടിയോ? നിരഞ്ജൻ കിട്ടി. സന കിട്ടിയോ? സന 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 കിട്ടിയില്ല. ദേവനാരായൺ കിട്ടിയോ? ദേവനാരായൺ കിട്ടിയില്ല. ഇല്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. നോക്കിക്കോളൂ, ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇവിടെ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇവിടെ ഇത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ LCM എടുക്കും. അവിടെ LCM എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിങ്ങോട്ടും 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 ചെയ്താൽ LCM ആയി. അപ്പോൾ എക്സ് ഇൻറ്റു എത്രയാ? എക്സ് പ്ലസ് എത്രയാ? എക്സ് പ്ലസ് 1 ഇൻറ്റു എന്താ? എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എന്താ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണോ? ഈക്വൽ എത്രയാ? 34/50 ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് എത്ര കിട്ടും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. ഇത് നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എന്താ? ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് വരും. ഈക്വൽ എത്രയാ? 34/50 ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ് സ്ക്വയർ പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ബി സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന് വരെ നമ്മൾ എന്ത് കിട്ടും? അല്ല, വൺ സ്ക്വയർ ആണ്. വൺ സ്ക്വയറിന് വരെ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്താ? ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ എന്താ? 34/15 ആണ്. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ ഇതിനെ ഒന്നുകൂടെ ചെറുതാക്കുകയാണ്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 34/15 ആണ്. ഇതിങ്ങോട്ടും ക്രോസ് ചെയ്യാം. ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങോട്ട് പോകുമ്പോൾ 15 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ 34 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 15 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30x സ്ക്വയർ പ്ലസ് 30x പ്ലസ് 15 ഈക്വൽ ടു കേൾക്കാമോ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഇങ്ങനെ വരുന്നു. ഇത് 34-നകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 34x സ്ക്വയർ പ്ലസ് എത്ര വരുന്നു? 34x എന്ന് വരുന്നു. ഇനി എക്സ് സ്ക്വയറിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കാം അല്ലേ? എക്സ് സ്ക്വയറിനെ ഒരുമിച്ചാക്കാൻ വേണ്ടി ഈ -34x സ്ക്വയറിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ല 34x സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 30x സ്ക്വയർ മൈനസ് 34x സ്ക്വയർ എന്ന് വരും. ഓക്കെ. ഇനി എക്സിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരണം. ഓൾറെഡി ഇവിടെ ഒരു 30x കിടപ്പുണ്ട്. ഇപ്പുറത്തെ 34xനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എത്ര? -34x. പിന്നെ ഓൾറെഡി ഒരു 15 കിടപ്പുണ്ട് ഇവിടെ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30x സ്ക്വയർ മൈനസ് 34x സ്ക്വയർ എന്ന് പറയുമ്പോൾ -4x സ്ക്വയർ ആണ്. ഇനിയും 30x മൈനസ് 34x എന്ന് പറയുമ്പോൾ -4x ആണ്. പ്ലസ് 15 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആവാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ നെഗറ്റീവിനെ കോമൺ എടുക്കണം. നെഗറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോമൺ എടുക്കുന്നു. കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 4x സ്ക്വയർ പ്ലസ് 4x മൈനസ് 15 ഈക്വൽ ടു എന്താ? 0. ഈ മൈനസിനെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി 4x സ്ക്വയർ പ്ലസ് 4x മൈനസ് 15 ഈക്വൽ ടു എന്താ? ഇനി പ്രൊഡക്റ്റും സമം കണ്ടുപിടിക്കാം. പ്രൊഡക്റ്റും സമം കണ്ടുപിടിക്കാൻ വേണ്ടി പ്രൊഡക്റ്റ് ഈക്വൽ ടു എന്താ? പ്രൊഡക്റ്റ് ഈക്വൽ ടു a ഇൻറ്റു സി ആണ്. a ഇൻറ്റു സി എന്ന് പറയുമ്പോൾ a എന്ന് പറയുമ്പോൾ 4 ആണ്. 4 ഇൻറ്റു -15 ഈക്വൽ എത്രയാണ്? -60. സം എന്ന് പറയുമ്പോൾ എത്ര? സം എന്ന് പറയുമ്പോഴത്തേക്കും 4. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ എങ്ങനെയാണോ നമുക്ക് കിട്ടുക? ഏതൊക്കെ നമ്പർ കിട്ടും? സം 4ഉം അതേപോലെ തന്നെ എന്താണ് സം 4ഉം എവിടം വരെ കേട്ടു നിങ്ങൾ? എവിടം വരെ കേട്ടു മക്കളെ? നിരഞ്ജൻ എന്ന് അല്ല ദേവനാരായൺ എന്ന് പറയാമോ?
ദേവനാരായണൻ എവിടെ വരെ കേട്ടു? ഹലോ, കേൾക്കാമോ? ദേവനാരായണൻ കേൾക്കാമോ? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്തേ. സന, ദേവനാരായണൻ, ആരെങ്കിലും? സർ ഫസ്റ്റ് ടോപ്പിക് ഒന്നും ക്ലിയർ അല്ലായിരുന്നു. ദേവനാരായണോ? സാർ കേൾക്കുന്നില്ലായിരുന്നു ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ഇവിടെ നമ്മൾ ആദ്യത്തെ ഇതിനകത്ത് എൽസിയം എടുത്തു. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് മൈക്ക് ഒന്ന് ഓണാക്കിട്ടെ. ദേവനാരായണനും സനെ മൈക്ക് ഒന്ന് ഓണാക്കിട്ടെ. ഓക്കെ, നോക്കിയോ? ഇവിടെ എൽസിയം എടുത്തു. ഇത് ഓക്കെ ആണോ? എൽസിയം എടുത്തപ്പോൾ ഇതിങ്ങോട്ടും കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിങ്ങോട്ട് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഇവിടെ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 താഴെ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 വരും. ഈസിക്കൽ 34/15 ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്തു? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് എഴുതി. ഇനി എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. താഴെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. ഇങ്ങനെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 എക്സ്. ഓക്കെ ആണോ? സന? ഓക്കെ. ഈസിക്കൽ 34/15. പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ എക്സ് സ്ക്വയർ അതേപോലെ തന്നെ എഴുതിയിട്ട് പ്ലസ് ഈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയറിനെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്തപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ന്റെ സ്ക്വയർ ആണ്. 1 ന്റെ സ്ക്വയർ 1 ആണ്. ഡിവൈഡ് ബൈ താഴെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഈസിക്കൽ 34/15. ഇനി വീണ്ടും നമ്മൾ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ 2x സ്ക്വയർ ആവുന്നു. 2x അതുപോലെ തന്നെ എടുത്തെഴുതി, പ്ലസ് 1 അതുപോലെ തന്നെ എടുത്തെഴുതി, താഴത്തെ അതേപോലെ തന്നെ എടുത്തെഴുതി. ഈസിക്കൽ 34/15. ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നു, ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നോക്കി. അപ്പോൾ നമുക്ക് 15 ഇൻറ്റു 2x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് വരുന്നു. ഈസിക്കൽ 34 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് വരുന്നു. ഇനി ഈ 15 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 ഇൻറ്റു 2x സ്ക്വയർ 30x സ്ക്വയർ, 15 ഇൻറ്റു 2x 30x, 15 ഇൻറ്റു 1 15. ഈസിക്കൽ 34നെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 34 ഇൻറ്റു എക്സ് 34x സ്ക്വയർ, എക്സ് സ്ക്വയർ 34x സ്ക്വയർ, 34 ഇൻറ്റു എക്സ് 34x. ഇനിയും നമുക്ക് എക്സ് സ്ക്വയർ ടേമിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം, എക്സ് ടേമിനെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. ഓൾറെഡി ഇവിടെ ഒരു 30x സ്ക്വയർ ഉണ്ട്. ഈ 34x സ്ക്വയറിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് -34x സ്ക്വയർ ആയി. അത് ഇവിടെ എഴുതി. പിന്നെ ഒരു 30x ഇവിടെ കിടപ്പുണ്ട്, അത് അതേപോലെ തന്നെ എടുത്തെഴുതി. പിന്നെ ഇവിടെ ഒരു 34x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -34x ആയി. പ്ലസ് 15 ഈസിക്കൽ 0. വീണ്ടും 30x സ്ക്വയർ -34x സ്ക്വയർ എന്ന് പറയുമ്പോൾ -4x സ്ക്വയർ, 30x -34 എന്ന് പറയുമ്പോൾ -4x പ്ലസ് 15 ഈസിക്കൽ 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ കാരണം എക്സ് സ്ക്വയറിൻ്റെ കൂടെ കിടക്കുന്ന കോഫിഷ്യന്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്താ? 4x സ്ക്വയർ. ഈ മൈനസ് പ്ലസ് ആകുന്നു, ഈ പ്ലസ് മൈനസ് ആകുന്നു. ഈ മൈനസ് എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 0യുടെ കൂടെ പോയി. പിന്നെ ബാക്കി 4x സ്ക്വയർ പ്ലസ് 4x മൈനസ് 15 ഈസിക്കൽ 0. പ്രോഡക്റ്റ് എന്താ? പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ a ഇൻറ്റു സി ആ. 4 ഇൻറ്റു -15 -60. സം എന്താണ്? സം എന്ന് പറയുമ്പോൾ ബി ആണ്. ബി ഈസിക്കൽ എത്ര? 4 ആണ്. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -16 കിട്ടണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 4 കിട്ടണം. പത്ത് ഇൻറ്റു 6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -60 കിട്ടത്തില്ല. 10 + 6 ചെയ്താൽ നമുക്ക് 4 കിട്ടത്തില്ല. അപ്പം സൈൻ അഡ്ജസ്റ്റ് ചെയ്യണം. 10 ഇൻറ്റു -6 ചെയ്ത് കഴിഞ്ഞാൽ -60 കിട്ടും. 10 + -6 ചെയ്ത് കഴിഞ്ഞാൽ +4 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10ഉം -6ഉം. അതിവിടെ കൊടുക്കുക. എന്താ? 4x സ്ക്വയർ പ്ലസ് 10x മൈനസ് 6x മൈനസ് 15 ഈസിക്കൽ 0. ഇവിടെ നിന്ന് നമുക്ക് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x സ്ക്വയർ പ്ലസ് 2x കോമൺ എടുക്കാം. 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x പ്ലസ് 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x പ്ലസ് 5. ഇവിടെ നിന്ന് -3 കോമൺ എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 2x മൈനസ് 5, 2x പ്ലസ് 5 ഈസിക്കൽ 0. വീണ്ടും എന്താണ്? 2x പ്ലസ് 5 രണ്ടിടത്തും കോമൺ ആണ്. കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2x മൈനസ് 3 എന്ന് വരും. ഈസിക്കൽ 0. അവിടുന്ന് 2x പ്ലസ് 5 ഈസിക്കൽ 0 എന്ന് കൊടുക്കുന്നു. 2x ഈസിക്കൽ -5 എന്ന് കൊടുക്കുന്നു. x ഈസിക്കൽ -5/3 എന്ന് കൊടുക്കുന്നു. ഇവിടെ 2x മൈനസ് 3 ഈസിക്കൽ 0 എന്ന് കൊടുക്കുന്നു. 2x ഈസിക്കൽ 3 എന്ന് കൊടുക്കുന്നു. x ഈസിക്കൽ 3/2 എന്ന് കൊടുക്കുന്നു. ഇതല്ലേ ആൻസർ? -5/2 3/2 അല്ലേ? ഓക്കെ, ഇതായിരിക്കും ആൻസർ. മനസ്സിലാകാത്തവർ ചോദിച്ചു. ക്ലിയർ ആണോ?
സന യെസ് സർ ക്ലിയർ ആണ്. ഓക്കെ. ദേവനാരായൺ യെസ് സർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ എഴുതുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇത് എഴുതിയായിരുന്നോ? എഴുതിയെടുത്തോ സന. യെസ്. ഓക്കെ. എക്സ് പ്ലസ് ഇത് എഴുതിക്കോ. എക്സ് പ്ലസ് 3 പ്ലസ് 6/x-5 ഈസ് ഈക്വൽ ടു 3. ഇതൊന്ന് ചെയ്തേ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇത് എക്സിനും ഡിനോമിനേറ്റർ ഇല്ല 1 ആണ്, 3ക്കും ഡിനോമിനേറ്റർ ഇല്ല 1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ x-5നെ ഇത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എൽസിഎം എടുക്കുമ്പോൾ. അപ്പം ഇങ്ങനെ വരും. അതായത് x/1 അല്ലേ, പ്ലസ് 3/1 അല്ലേ, പ്ലസ് 6/x-5 എന്ന് എഴുതേണ്ടി വരും. ഇപ്പോൾ ഇങ്ങനത്തെ എഴുത്ത്. ഓക്കെ, ഇങ്ങനെ എടുക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ ഇല്ലല്ലോ, ശരിയല്ലേ? ഈസിക്കൽ 3 ആണോ? ആണ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടുത്തെ കോമൺ, ഇവിടുത്തെ ഡിനോമിനേറ്റർ x-, ഇവിടുത്തെ 1 ആണ്, ഇവിടുത്തെ 1 ആണ്. ഡിനോമിനേറ്റർ x-5 ആക്കുവാണെങ്കിൽ കോമൺ ആവും. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇവിടെ x-5 എടുക്കണം ഇൻറ്റു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? x-5 കൊണ്ട് ഇൻറ്റു വേണം. ഇവിടെയും x-5 കൊണ്ട് ഇൻറ്റു വേണം, ഇവിടെയും x-5 കൊണ്ട് ഇൻറ്റു വേണം. അപ്പോൾ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആവും. ഇനി നോക്കി, ഇനി ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടുത്തെ കാര്യം എഴുതുന്നത് എന്താ? x² - 5 ഡിവൈഡ് ബൈ എന്താ? x-5 പ്ലസ് ഇവിടെ ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5x. ഓക്കെ, 3x മൈനസ് എന്തെന്ന് വരും? 15 എന്ന് വരും, ഡിവൈഡ് ബൈ x-5 പ്ലസ് എന്താ? 6/x-5 ഈസ് ഈക്വൽ ടു 3 ആണല്ലോ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. അപ്പോൾ x² - 5x പ്ലസ് 3x - 15 പ്ലസ് 6 ഹോൾ ഡിവൈഡ് ബൈ എത്രയാ? x-5 ഈസ് ഈക്വൽ ടു 3. ഇവനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. x² - 5x പ്ലസ് 3 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? -2x ആണ്. -15 പ്ലസ് 6 എന്ന് പറയുമ്പോൾ എത്രയാ? -9 ആണ്. ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x-5. അങ്ങനെയാണെങ്കിൽ x² - 2x - 9 ഈസ് ഈക്വൽ ടു 3x - 5x, 3x - 15. ഓക്കെ, വീണ്ടും ഈ 3xനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു, -15നെ ഇങ്ങോട്ട് കൊണ്ടിരുന്നു. അപ്പോൾ x² - 2x അവിടെ കിടപ്പുണ്ട്, 3x ഒരുമിച്ച് എഴുതും, x എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാണ്, -3x, വീണ്ടും ഒരു -9x, -9 ഇവിടെ കിടപ്പുണ്ട്, പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് x² - 2x, x² - 2x - 3x എന്ന് പറയുമ്പോഴത്തേക്കും x² - 5x, -9 പ്ലസ് 15 എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? 15 - 9 ആണ്, അപ്പോൾ പ്ലസ് 6 ആണ്, ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് a ഇൻറ്റു സി ആണ്, അതായത് 1 ഇൻറ്റു 6 ആണ്. സം എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? സം എന്ന് പറയുമ്പോഴത്തേക്കും b ആണ്, b ഇവിടെ -5 ആണ്. അപ്പോൾ ഡാഷ് ഇൻറ്റു ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടണം, ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -5 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു 6 പറ്റുമോ? ഇല്ല. എങ്ങനെ? 6 ഇൻറ്റു 1 ഇട്ടാലും 1 ഇൻറ്റു 6 ഇട്ടാലും ഒരു വലിയ. അപ്പോൾ ഇത് രണ്ടും അതല്ല, ഇത് 3ഉം 2ഉം ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 3 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. 3 പ്ലസ് 2 ചെയ്താൽ 5 കിട്ടണം, മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടിടത്തും മൈനസ് കൊടുക്കുന്നു. -3 - 2 ആയിട്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ +6 ആയിരുന്നത്. -3 - 2 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ നമ്പറിൻ്റെ സൈൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് x² - 3x - 2x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമ്മൾ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ x-3 -2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ? x-3 തന്നെ. കാരണം മൈനസ് കൂടെ ചേർത്ത് കോമൺ എടുക്കുമ്പോൾ ഈ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ആവും. വീണ്ടും x-3 കോമൺ ആണ്, ബാക്കി എന്താ? x-2 ഈസ് ഈക്വൽ ടു 0. അവിടുന്ന് x-3 ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു 3. ഇവിടുന്ന് x-2 ഈസ് ഈക്വൽ ടു 0, x ഈസ് ഈക്വൽ ടു 2. 3 × 2. ക്ലിയർ ആണോ?
ഓക്കെ ആണോ നിങ്ങൾക്ക്? സനയ്ക്ക് ഓക്കെ ആണോ? സന, നിരഞ്ജൻ, ദേവനാരായൺ? Yes, sir. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇക്വേഷൻ വെച്ചിട്ട് ഒരു 2-3 കണക്കൂടെ ചെയ്യാം. ഇക്വേഷൻ വെച്ചിട്ട് അത് ശ്രദ്ധിച്ചോളൂ. എഴുതിയോ? വലുതാണോ? ഞാൻ ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് എന്തോരണം പറഞ്ഞു തന്നാണോ? ഇക്വേഷൻ പഠിപ്പിച്ചാണോ കണ്ടുപിടിക്കാൻ? ഓക്കെ. അപ്പം അടുത്ത ഒരു ഹെഡിങ് പോലെ എഴുതിക്കുക. സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബേസ്ഡ് ഓൺ സോൾവിങ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ഫോർമുല. സോൾവിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസിങ് ഫോർമുല. അപ്പം അത് ഫോർമുല നമുക്കിപ്പോൾ നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വെച്ചിട്ടായിരുന്നു കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇക്വേഷൻ വെച്ചിട്ടാണ്. ആ ഇക്വേഷൻ x = -b ± √b² - 4ac / 2a ആണ്. എഴുതിയോ? -b ± √b² - 4ac / 2a ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് റൂട്ട്സ് കണ്ടുപിടില്ലെങ്കിൽ ഈ നമ്മൾ എന്തോ കണ്ടുപിടിക്കുന്നത് എക്സിൻ്റെ വാല്യൂസിനെ നമ്മൾ സീറോസ് എന്നാണ് പറയാം, അല്ലെങ്കിൽ റൂട്ട്സ് എന്നാണ് പറയാം. എല്ലാവരും ശ്രദ്ധിച്ചോണം. ഈ എക്സിൻ്റെ വാല്യൂവിനെ നമ്മൾ സീറോസ് എന്ന് പറയാം, റൂട്ട്സ് എന്ന് പറയാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര എക്സിന് വാല്യൂ കാണും? 2 എണ്ണം കാണും. അപ്പോൾ 2 റൂട്ട്സ് കാണും, അല്ലെങ്കിൽ 2 സീറോ വാല്യൂ കാണും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. നമുക്ക് ഒരു ജനറൽ ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ചെയ്ത് നോക്കിയോ. ഞാൻ ഇത് ചെയ്ത് കാണിക്കാം. ഇക്വേഷൻ വെച്ചിട്ട് 3x² പ്ലസ് 11x പ്ലസ് 6 = 0. ഇവിടെ a എന്ന് പറയുന്നത് 3, b എന്ന് പറയുന്നത് 11, c എന്ന് പറയുന്നത് 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. -b ഇപ്പോൾ -11 പ്ലസ് ഓർ മൈനസ് √b² എന്ന് പറയുമ്പോഴത്തേക്കും 11ന്റെ സ്ക്വയർ ഇല്ലേ, b 11 ആണ്, -4 × a എന്ന് പറയുമ്പോൾ 3 × c എന്ന് പറയുമ്പോൾ 6 ഡിവൈഡ് ബൈ എന്താ 2 × a എന്ന് പറയുമ്പോൾ 3. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ x = -11 പ്ലസ് ഓർ മൈനസ് √11ന്റെ സ്ക്വയർ 121 -4 × 3 12 12 × 6 12 6 3 18 18 18 36 36 72. അപ്പം 12 × 6 72. അപ്പം -72 ഡിവൈഡ് ബൈ എത്ര? 2 × 3 6. ഇനി 121 - 72 എത്ര? 71 81 91 101 111 121. അപ്പം 121 അല്ലേ, 49 വരും അല്ലേ. അപ്പം x = -11 പ്ലസ് ഓർ മൈനസ് √121 - 72 എന്ന് പറയുമ്പോൾ 49 ഡിവൈഡ് ബൈ 6. അപ്പം അങ്ങനെയാണെങ്കിൽ 49 എന്തുണ്ട്? റൂട്ട് ഉണ്ട്. അപ്പോൾ എത്രയാണ്? -11 പ്ലസ് ഓർ മൈനസ് 7 ഡിവൈഡ് ബൈ എത്രയാണ്? 6. ഓക്കെ ആണല്ലോ. ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. x = -11 ആദ്യം പ്ലസ് ഓർ മൈനസ് എന്നല്ലേ കിടക്കുന്നത്, ആദ്യം പ്ലസ് ഇട്ടിട്ട് എഴുതണം, +7/6. പിന്നെ x = -11 -7/6 രണ്ടും ചെയ്യുമ്പോൾ 2 ആൻസർ കിട്ടും. അപ്പം x = എന്താ? -11 + 7 എന്ന് പറയുമ്പോഴത്തേക്കും -4 ഡിവൈഡ് ബൈ 6 കട്ട് ചെയ്യുമ്പോൾ എന്താണ് 2 വെച്ച് കഴിയുമ്പോൾ 2/3 -2/3 ആണ് അതിൻ്റെ ആൻസർ. ഇവിടെ x = -11 - 7 എന്ന് പറയുമ്പോൾ -18 ആണ്, ഡിവൈഡ് ബൈ 6 കട്ട് ചെയ്യുമ്പോഴത്തേക്കും -3
3n. ക്ലിയർ അല്ലെങ്കിൽ പറയണം. ദേവനാരായണ, അതേപോലെ തന്നെ നമ്മുടെ സന, അതേപോലെ തന്നെ നിരഞ്ജൻ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദേവനാരായണ ഓക്കെ ആണോ? Yes, sir. Okay. നിരഞ്ജൻ ഓക്കെ ആണോ? Yes, sir. ഞാൻ ഇത് പഠിപ്പിക്കുന്നതിന് മുമ്പ് വേറൊരു സാധനം കൂടെ പഠിപ്പിച്ചിട്ട് നമുക്ക് എന്താ മൊത്തം കൂടെ ന്യൂമറിക്കൽ ചെയ്യാമേ. ഇതോടെ എഴുതിയിട്ട് എഴുതിയോ എല്ലാവരും? സന എഴുതിയോ? നിരഞ്ജൻ എഴുതിയോ? ദേവനാരായണൻ എഴുതിയോ? Yes, sir. Yes, sir. ഓക്കെ. ഇനി പുതിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ചെയ്യിപ്പിച്ചുള്ളൂ. ക്വസ്റ്റ്യൻ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യാം. നോക്കിയോ, ഈ മോഡൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ. ഈ മോഡൽ തന്നെ, സെയിം മോഡൽ തന്നെയാണ്. നമ്മൾ ആദ്യം ചെയ്യിച്ച മോഡൽ ഇപ്പോഴത്തെ മോഡലാണ്. ഇത് വരെയുള്ള ഫസ്റ്റ് എക്സസൈസ് ക്വസ്റ്റ്യൻ മുഴുവൻ. ഞാൻ സെക്കൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നതിനകത്ത് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വേർഡ് പ്രോബ്ലം കൂടെ ഉള്ളൂ, ചാപ്റ്റർ ചെയ്യും. അപ്പം നമുക്ക് അടുത്തത് ഹെഡിങ് അടിക്കും. നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ. നേച്ചർ ഓഫ് റൂട്ട്സ് കണ്ടുപിടിക്കാൻ. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നേച്ചർ ഓഫ് റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ. ഈ നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന നേച്ചർ ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്കിപ്പം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്ര റൂട്ട് ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. ഈ കണ്ടുപിടിക്കുന്ന എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വേണേൽ എഴുതിക്കണം, വാല്യൂ ഓഫ് എക്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് known as roots or zero value of quadratic equation. റൂട്ട്സ് ഓർ സീറോസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതായത് ഈ എക്സിന്റെ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ എക്സ് നമുക്ക് -3 2/3 ഒക്കെ കിട്ടിയില്ലേ, അതല്ല അതിന്റെ റൂട്ട് അഥവാ സീറോ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടിന്റെ നേച്ചർ കണ്ടുപിടിക്കാൻ, അതായത് ആ റൂട്ടിന്റെ ആ കിട്ടുന്ന എക്സിന്റെ വാല്യൂവിന്റെ നേച്ചർ എങ്ങനെയായിരിക്കും, അതായത് 3 ടൈപ്പ് നേച്ചറാണ് അതിനുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പം അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ. താഴെ എഴുതണം റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ can be found by using discriminant denote ചെയ്യുന്ന d ആണ്. ഡിസ്ക്രിമിനന്റ് എന്താണെന്ന് അറിയാം? ഡിസ്ക്രിമിനന്റ് ഈസ് ഈക്വൽ ടു b² - 4ac ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? b² - 4ac ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിമിനന്റ് കിട്ടും. നോക്കിക്കോണം. ഇനി നോക്കിയോ, 3 ഇതാണ്. ഇഫ് ഡിസ്ക്രിമിനന്റ് d എന്ന് പറഞ്ഞാൽ എന്താ? d b² - 4ac ചെയ്താൽ കിട്ടുന്നത് d യുടെ വാല്യൂ, അതായത് d യുടെ വാല്യൂ ഓർ എന്താണ് b² - 4ac യുടെ വാല്യൂ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ് ശരിക്കും ഗ്രേറ്റർ ദാൻ ഉദ്ദേശിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ എഴുതി ശരിക്കും ഗ്രേറ്റർ ദാൻ ഈക്വൽ ടുവിന് വേറെ സെറ്റപ്പാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ 0 ആണെങ്കിൽ എന്താണെന്നറിയാമോ they have distinct and real roots distinct and real roots അതായത് രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ട് ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഒരെണ്ണം 2/3 ഒരെണ്ണം 3 - 3 കിട്ടി അത് രണ്ട് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടാണ് അങ്ങനെ കിട്ടും ഓക്കെ ഇനി if d or എന്താണ് b² - 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ they have no real roots ആയിരിക്കും റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല ഓക്കെ ഇനി if d or b² - 4ac ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടിക്കഴിഞ്ഞാൽ they have equal roots ആയിരിക്കും they have നമ്മൾ കഴിഞ്ഞ ചെയ്തപ്പോൾ ഏതോ ഒരു വാല്യൂവിന് ഏതോ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്തപ്പോൾ എക്സിന് ഒരൊറ്റ വാല്യൂവിനെ വന്നുള്ളൂ അത് നമ്മൾ ചെയ്തായിരുന്നോ ഇല്ല അങ്ങോട്ടൊന്നും ചെയ്തില്ല ഓക്കെ എക്സിന് നമുക്കിപ്പോൾ രണ്ട് വാല്യൂ ചിലപ്പോൾ ഇങ്ങനെ കിട്ടും നോക്കിയേ ഇവിടെ നോക്കിയേ നമുക്ക് സോൾവ് ചെയ്ത് വന്നപ്പോൾ x - 2 × x - 2 = 0 എന്നാണ് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് x - 2 = 0 കൊടുക്കുമ്പോൾ x എത്ര കിട്ടും +2 ഇവിടെയും x - 2 = 0 x എത്ര കിട്ടും +2 കണ്ടോ അപ്പോൾ എക്സിൻ്റെ രണ്ട് വാല്യൂവും സെയിം കിട്ടി ഇങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെ b² - 4ac ചെയ്യുമ്പോൾ എന്തായിരിക്കും 0 ആയിരിക്കും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിന് ഈക്വൽ ദേ ഹാവ് ഈക്വൽ റൂട്ട്സ് ഡൗട്ട് ഉണ്ട് ചോദിക്കും ക്ലിയർ ആണോ അപ്പം ഇതിൻ്റെ നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ചെയ്യാം ഇത് മനസ്സിലാകാത്തവരുണ്ട് ചോദിക്കണേ അതായത് ഡിയുടെ വാല്യൂ നമുക്ക് b² - 4ac ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് b² - 4ac ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ റൂട്ട്സ് ആയിരിക്കും അതേപോലെ തന്നെ ലെസ് ദാൻ 0 ആണെങ്കിൽ അവർക്ക് എന്താ റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല പിന്നെ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ഈക്വൽ റൂട്ട്സ് ആയിരിക്കും രണ്ട് റൂട്ടും കിട്ടുന്നത് സെയിം ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്കൊന്ന് നോക്കിയോ ഫൈൻഡ് ദ നേച്ചർ ഓഫ് റൂട്ട് find the nature of root of quadratic equation x² + 2x + 4 = 0 അപ്പോൾ നമുക്കറിയാം ഇവിടെ a എന്താ a1 b എന്താ 2 c എന്താ 4 ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം നേച്ചർ കണ്ടുപിടിക്കണം ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണം d = എന്താ b² - 4ac അപ്പോൾ b² എത്ര 2² ആണ് -4 × a എന്ന് പറയുമ്പോൾ എത്രയാ 1 × c എന്ന് പറയുമ്പോൾ എത്ര 4 അപ്പോൾ 4 - 16 ആണ് അപ്പോൾ 4 - 16 എന്ന് പറയുമ്പോൾ എത്ര -12 ആണ് ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് d എന്താ കിട്ടിയത് ഇപ്പം d യുടെ വാല്യൂ എന്താ കിട്ടിയത് -0 കുറവാണോ കൂടുതലാണോ കുറവാണ് അപ്പം d ലെസ് ദാൻ 0 ആയിരിക്കണം d ലെസ് ദാൻ 0 കിട്ടിക്കഴിഞ്ഞാൽ നേച്ചർ എന്തായിരിക്കും അപ്പം therefore എന്താണ് they have no real roots അല്ലേ the given quadratic equation has no real roots the given equation has no real roots അങ്ങനെ എഴുതാം the given equation have no real roots ഇനി അടുത്തത് നോക്കിയോളൂ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇനി നിങ്ങൾ തന്നെ ചെയ്യുക നേച്ചർ കണ്ടുപിടിക്കാൻ സെയിം സാധനമാണ് ഫൈൻഡ് ദ നേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഇതാണ് 6x² + x - 2 = 0 ഇതിൻ്റെ നേച്ചർ ഈ റൂട്ടിൻ്റെ നേച്ചർ കണ്ടുപിടിക്കും
ഈക്വൽ റൂട്ട്സിനെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കോയിൻസിഡന്റ് റൂട്ട് എന്നും പറയാറുണ്ട് കേട്ടോ. കോയിൻസിഡന്റ് ഈക്വൽ റൂട്ട്സിന് വേറൊരു പേര് കോയിൻസിഡന്റ് എന്നും പറയാറുണ്ട്. അതേപോലെ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോയ്ക്ക് അങ്ങനെ അത് ഇക്വേഷൻ തന്നെ ഉള്ളൂ. ശരിക്കും എന്താ ഗ്രേറ്റർ ദാൻ സീറോ എന്നേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണം ഗ്രേറ്റർ ദാൻ സീറോ, ഒന്ന് ലെസ് ദാൻ സീറോ, ഒന്ന് ഈക്വൽ ടു സീറോ. അപ്പൊ നിങ്ങളിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടണമെന്നില്ല, ഗ്രേറ്റർ ദാൻ കിട്ടിയാൽ മതി. മനസ്സിലായോ? അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ നോക്കി, ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അതിനകത്ത് ഗ്രേറ്റർ ദാനും വരാം ഈക്വൽ ടു വരാം. ഈക്വൽ ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി റിയൽ റൂട്ട്സ് ആണ്. അപ്പോൾ ഈക്വൽ ടു വരുമ്പോഴും അതേപോലെ തന്നെ എന്താ ഗ്രേറ്റർ ദാൻ വരുമ്പോഴും രണ്ടും റിയൽ റൂട്ട്സ് തന്നെയാണ്. ഈക്വൽ ടു വരുമ്പോൾ എന്താണ് ഈക്വൽ റൂട്ടും അതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റൂട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് ഒരു ഇക്വേഷനകത്ത് പറഞ്ഞിരിക്കുക, റിയൽ ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്താ ഗ്രേറ്റർ ദാൻ സീറോ മാത്രം എഴുതിയാൽ മതി. ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതിയാലും തെറ്റില്ല. ഓക്കെ, ശ്രദ്ധിച്ചോണം ഇപ്പോഴും. കിട്ടിയോ? എത്ര കിട്ടിയോ? 49 ആണോ? എത്ര കിട്ടിയോ? 44 ആണ്. ഓക്കെ, നോക്കാം. A = 6, B = 1, C = -2. അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിക്കണമെങ്കിൽ b² - 4ac ചെയ്താൽ മതി. അപ്പോൾ b² എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാ? 1² മൈനസ് എത്രയാ? 4 × 6 × -2 ആണ്. അപ്പം 1² 6x² എന്നല്ലേ പറഞ്ഞേ? A1 x² കൂടെ കിടക്കുന്ന ആരാവനല്ലേ 6? ax² + bx + c = 0. x² കൂടെ കിടക്കുന്ന ആരോവനാണ് a, എക്സിന്റെ കൂടെ കിടക്കുന്ന ആരോവനാണ് b, ഒറ്റയ്ക്ക് കിടക്കുന്ന ആരോവനാണ് c. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിന് 1 വന്നെന്ന് മനസ്സിലായി. 1 വന്നെങ്ങനെ? എങ്ങനെ? ഓക്കെ, അപ്പോൾ 1 നോക്കിയോ, ഇവിടെ -4 × 6 24, 24 × 2 48. അപ്പോൾ -48 എന്ന് പറയുമ്പോഴത്തേക്കും +48. അപ്പോൾ എത്ര വരും? 49. നോക്കിയേ, അപ്പോൾ D 49 തോന്നുന്നു. അതെന്താ? ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ the given equation has distinct real roots. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് റിയൽ റൂട്ട്സ് എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് എഴുതിയിട്ടില്ല. പക്ഷെ അത് ശരിക്കും ഡിസ്റ്റിങ്ക്റ്റ് ആണ്, രണ്ട് സെപ്പറേറ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തൊരു ടൈപ്പ് ഇതിനകത്ത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ the set of values of p for which set of values of p for which the given quadratic equation has real roots for each of the following. അതിൽ ഒന്ന് തന്നിരിക്കുന്നത് px² + 6x + 1 = 0. ഇവര് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഹാസ് റിയൽ റൂട്ട്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്. റിയൽ റൂട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഡിസ്ക്രിമിനന്റ് എന്താ? ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഡിസ്ക്രിമിനന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടുത്തെ a എന്താ? ആദ്യം ഇവിടുത്തെ a എന്താ? a എന്ന് പറയുന്നത് p ആണ്. b എന്ന് പറയുമ്പോൾ എത്രയാ? 6 ആണ്. c എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് p യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്.
ഒരു ഹിന്റ് തന്നിട്ടുണ്ട് ഇവിടെ റിയൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് ഡിസ്ക്രിമിനന്റ് ഡി ഈസിക്കൽ എന്താ ബി സ്ക്വയർ മൈനസ് 4ac ആണ്. അതെന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. 6 സ്ക്വയർ മൈനസ് 4ac ആണ്. 4 ഇൻറ്റു പി ഇൻറ്റു 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ 36 മൈനസ് 4p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് 4p ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ അതേ എഫക്റ്റാണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്താ ചെയ്തില്ലേ, നമ്മൾ ലീനിയർ മറ്റേ ഗ്രാഫ് പഠിച്ചില്ലേ, ഗ്രാഫ് പഠിച്ചപ്പോൾ ഇല്ലായിരുന്നല്ലോ മറ്റേ നമ്പർ ലൈൻ ചാപ്റ്റർ പഠിച്ച അതേ കൺസെപ്റ്റ് തന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 36 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരുന്നു 4p എന്ന് വരുന്നു. അവിടുന്ന് 36 ഡിവൈഡഡ് ബൈ 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തെന്ന് വരുന്നു p എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നു 9 എന്ന് വരുന്നു. അപ്പോൾ 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p എന്ന് എഴുതാം, അല്ലെങ്കിൽ p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് എഴുതാം. ഓൺലൈൻ ഇരിക്കുന്നവർ ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയണം. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിയൽ റൂട്ട്സ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 2x² പ്ലസ് 3x പ്ലസ് p ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് 2ഉം ബി എന്ന് പറയുന്നത് 3ഉം സി എന്ന് പറയുന്നത് എന്തായിരിക്കും പിയുമാണ്. നമുക്ക് ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാൻ b² മൈനസ് 4ac. അപ്പോൾ b² മൈനസ് 4ac റിയൽ റൂട്ട് ആണെങ്കിൽ എന്താ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുമ്പോൾ 3² മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എത്ര 2 ഇൻറ്റു സി എന്ന് പറയുമ്പോൾ പി ഈസ് ഈക്വൽ ടു 0. 9 മൈനസ് 8p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്ര 0. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 9 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8p എന്ന് വരും. അപ്പോൾ 9/8 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു p എന്ന് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം p ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/8 എന്ന് എഴുതാം. എഴുതിയോ? ഓൺലൈൻ ഇരിക്കുന്നവർക്ക് മനസ്സിലായോ? ദേവനാരായൺ, Yes, sir. നിരഞ്ജൻ, Yes, sir. അതേപോലെ തന്നെ സന. Yes, sir. Okay. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതിൻ്റെ സെയിം തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2x² പ്ലസ് px പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെയും റിയൽ റൂട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്ക്രിമിനൻ്റ് നമുക്കറിയാം b² മൈനസ് 4ac ആണ്. അപ്പോൾ ഇവിടെ b² മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ b² എന്ന് പറയുമ്പോൾ p ആണ്. p² മൈനസ് 4 ഇൻറ്റു a 2 ഇൻറ്റു c 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. p² മൈനസ് 4 ഇൻറ്റു 2 8 8 3 24 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ p² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ p² ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയാ 24 എന്ന് വരും. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 24 ആണ് അല്ലേ, ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ p എങ്ങനെ കിട്ടും p ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു √24 എന്ന് കിട്ടും. √24നെ നമുക്ക് എങ്ങനെ എഴുതാം
√24 നമുക്ക് എങ്ങനെ എഴുതാം? അല്ലെങ്കിൽ എങ്ങനെ ഇത്രയും കൊണ്ട് വേണമെങ്കിൽ നിർത്താം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇത് ലെഫ്റ്റ് ഹാൻഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ടി വരും. നെഗറ്റീവ് വേണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. p > എന്താണ്? ഓക്കെ, ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. സോൾവ് the following equation. X into 2x plus 5 is equal to 0. 1. 2 2x minus 1 into 2x plus 1. Homework ആണ്. 2x plus 1 അല്ലെ 2x plus 3 is equal to 0. 3 4x square minus 1 is equal to 0. 4 2t square plus t is equal to 1. 5 6z square minus 6 plus 5z is equal to 0. അടുത്തത് 6 y square minus 2y minus 335 is equal to 0. 7 21x square minus 8x minus 4 is equal to 0. ഇത്രയും ഹോംവർക്ക് ചെയ്തിട്ട് നാളെ എനിക്ക് കിട്ടണം. നാളെ ഞാൻ അടുത്ത ഹോംവർക്ക് ഇടും. ഡെയിലി ഹോംവർക്ക് ഉണ്ട്. ഡെയിലി ഹോംവർക്ക് ഉണ്ട്. ഞാൻ ഇട്ട് തരും, അതെനിക്ക് ചെയ്തു തരണം. എന്നാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നിർത്താം. ഓക്കെ ആണല്ലോ? ഈ ഹോംവർക്ക് ചെയ്തിട്ട് ഞാനിപ്പം 3 ടൈപ്പ് കണക്ക് പഠിപ്പിച്ചായിരുന്നു. എന്താ? നോർമൽ, സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം നമ്മൾ ഇത് ചെയ്തു, അതേപോലെ തന്നെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചെയ്തു, പിന്നെ നേച്ചർ കണ്ടുപിടിക്കാനുള്ളത് ചെയ്തു. ഇനി നമുക്ക് ആകെ ഒറ്റ ടൈപ്പ് ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലം അവിടെ കഴിഞ്ഞ് ചാപ്റ്റർ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഇന്നത്തെ ക്ലാസ്സിലൂടെ നിർത്തുകയാണ്. നാളെ